അനുതാപത്തിന്റെ കണ്ണീരൊഴുക്കി നീ പ്രാർത്ഥിച്ചാൽ നിന്നെ പൊത്തിപ്പിടിക്കുന്ന യാക്കോബിന്റെ ദൈവമാണ് നിന്റെ ദൈവം. ഹല്ലേലൂയ. അവർക്ക് പറ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ദൈവത്തെ സ്നേഹിക്കണം, ഈ കർത്താവിനെ വിശ്വസിക്കണം. അനുസരിക്കുന്നവനെ അനുഗ്രഹിക്കുന്ന അബ്രാഹത്തിന്റെ തമ്പുരാൻ കൃത്യസമയത്ത് എൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടുന്ന ഇസഹാക്കിന്റെ ദൈവം, ഞാൻ എത്ര പാപിയാണെങ്കിലും എന്നെ ഒരിക്കലും വെറുത്തുപേക്ഷിക്കാത്ത, തള്ളിക്കളയാത്ത എൻ്റെ യാക്കോബിൻ്റെ സ്വന്തം കർത്താവ്. അങ്ങനെ ഒരു കർത്താവ് എനിക്കുണ്ട്. ഞാൻ ഒരിക്കലും ഭയപ്പെടില്ല, ഞാൻ ഒരിക്കലും തളർന്നു പോവില്ല, ഞാൻ ഒരിക്കലും നഷ്ടപ്പെടില്ല. പാട്ടുപാടട്ടെ ഒരു പ്രാവശ്യം കൂടി. അബ്രാഹത്തിൻ ദൈവമാണെന്റെ ഇടയൻ, ഇസഹാക്കിൻ ദൈവമാണെന്റെ ഇടയൻ, യാക്കോബിൻ ദൈവമാണെന്റെ ഇടയൻ, അത്യുന്നതനാണെന്റെ നല്ല ഇടയൻ. അബ്രാഹത്തിൻ ദൈവമാണെന്റെ ഇടയൻ, ഇസഹാക്കിൻ ദൈവമാണെന്റെ ഇടയൻ, യാക്കോബിൻ ദൈവമാണെന്റെ ഇടയൻ, അത്യുന്നതനാണെന്റെ നല്ല ഇടയൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല, അത്യുന്നതനാണല്ലോ നല്ല ഇടയൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല, അത്യുന്നതനാണല്ലോ നല്ല ഇടയൻ. തളരുകില്ല, ഞാൻ ഇടറുകില്ല, സർവശക്തനാണല്ലോ നല്ല ഇടയൻ. ഇടറുകില്ല, ഞാൻ തളരുകില്ല, സർവശക്തനാണല്ലോ നല്ല ഇടയൻ. ഹല്ലേലൂയ. ഉറക്കെ പറ ഹല്ലേലൂയ. കുറച്ചും കൂടി ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഈ കർത്താവിലുള്ള ആഴമുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം നമ്മൾ. ഈ കർത്താവിലുള്ള ആഴമുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോവും, എല്ലാ പ്രയാസങ്ങളും മാറിപ്പോവും, എല്ലാ പ്രതിസന്ധികൾക്കും ഉത്തരം കിട്ടും. മക്കളുടെ മുമ്പിൽ, ജീവിത പങ്കാളിയുടെ മുമ്പിൽ, അയൽപ്പക്കക്കാരുടെ മുമ്പിൽ, കണ്ടുമുട്ടുന്ന ഏതൊരുവന്റെയും മുമ്പിൽ ഈ വിശ്വാസം പ്രഘോഷിക്കാനാണ് നമ്മൾ ഈ കൺവെൻഷനുകളൊക്കെ നടത്തണേ. എൻ്റെ അപ്പന് ദൈവത്തോട് വലിയ സ്നേഹമാണ്, എൻ്റെ അപ്പന് ദൈവത്തിൽ വലിയ വിശ്വാസമാണ്, എൻ്റെ അപ്പൻ കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിക്കുന്നവനാണ്. ഈ ചിന്തയുള്ള മക്കള് മാതാപിതാക്കളെ വല്ലാണ്ട് സ്നേഹിക്കണ കണ്ടിട്ടുണ്ട്, ബഹുമാനിക്കണ കണ്ടിട്ടുണ്ട്. ജീവിത പങ്കാളിയോട് ജീവിത പങ്കാളി വേദനകളും വിഷമങ്ങളും പങ്കുവെക്കണത് എപ്പോഴാണെന്നറിയാമല്ലോ നിങ്ങൾക്ക്. എന്തെങ്കിലും ഒരു കാര്യം പ്രിയപ്പെട്ടവർ പറയുമ്പോൾ ഹാലിളകി നിലവിളിക്കണവരോട് പിന്നെ ഏതെങ്കിലും ജീവിത പങ്കാളി എന്തെങ്കിലും പറയൂ? ആ ജന്തുവിനോട് പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛാ. അവള് കേട്ടത് പാതി കേൾക്കാത്തത് പാതി വലിയ വായല് മോങ്ങാൻ തുടങ്ങും. ഞാൻ പറയണ കാര്യം അവള് മനസ്സിലാക്കൂല. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴേക്കും അയാള് വല്ലാണ്ട് നെർവസ് ആവും, പിന്നെ ടെൻഷനാ, പ്രശ്നവും പ്രയാസവും, അപ്പ ബഹളം ഒച്ചപ്പാടും. അത് കാരണം ഒരു പ്രാവശ്യം പറഞ്ഞാൽ പിന്നെ പറയൂല അച്ഛാ. ഇങ്ങനെ പറയണ പലരെയും കണ്ടിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മോട് സ്നേഹം, ബഹുമാനം, നമ്മിലെ വിശ്വാസമൊക്കെ ജനിക്കുന്നതും വളരുന്നതും എപ്പോഴാണോ? ഈ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ പ്രകടനം നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും നമ്മൾ നടത്തുമ്പോഴാണ്. അതുകൊണ്ട് ഈ വിശ്വാസവും ഈ അനുസരണവും ഈ ബോധ്യവും ഒരിക്കലും നിസ്സാരമായിട്ട് കരുതരുത്. എൻ്റെ അപ്പൻ ദൈവത്തെ അനുസരിക്കുന്നവൻ, എൻ്റെ അമ്മ കർത്താവിനെ സ്നേഹിക്കുന്നവൾ, എല്ലാ കാര്യത്തിലും ദൈവത്തിൽ ആശ്രയം വെക്കുന്നവർ എന്ന് വിശ്വസിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ കൂടുതൽ സ്നേഹിക്കും, കൂടുതൽ ബഹുമാനിക്കും, കൂടുതൽ അംഗീകരിക്കും. അതുകൊണ്ട് കുടുംബ ജീവിതത്തിലും വിശ്വാസത്തിന് അതിൻ്റെതായ ഒരു പങ്ക് വഹിക്കാനുണ്ട്.
തോന്നണ പോലെ നടക്കുന്നവരോട്, ദൈവത്തെ തള്ളി പറയുന്നവരോട്, ദൈവിക കാര്യങ്ങളെ നിസ്സാരമായി കരുതുന്നവരോട് ആർക്കും ഇന്നത്തെ കാലത്ത് വലിയ ബഹുമാനവും സ്നേഹമൊന്നുമില്ല. വളരെ പ്രായോഗികമായിട്ട് അച്ഛൻ പറയുക, ജീവിതത്തിന്റെ വാക്കുകളിലും പ്രവൃത്തികളിലും മനോഭാവങ്ങളിലും എൻ്റെ ദൈവത്തിലുള്ള ആശ്രയബോധവും അവനിലുള്ള വിശ്വാസവും അവനോടുള്ള വിശ്വസ്തതയും അവൻ്റെ കൽപ്പനകളോടുള്ള വിധേയത്വവും പ്രകടിപ്പിക്കാൻ നമ്മൾ ജാഗ്രതയുള്ളവരാവണം. ആ ജാഗ്രത നമ്മുടെ കുടുംബജീവിതത്തെ കൂടുതലും മനോഹരമാക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിരുമുമ്പിൽ വലിയ വിശ്വാസത്തോടു കൂടെ ആയിരിക്കാൻ, കർത്താവിൻ്റെ മുമ്പിൽ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ. അബ്രാഹത്തിന്റെ ദൈവം എന്ന് പറയുമ്പോൾ ഈ ദൈവം അബ്രാഹത്തെ എന്തോരം സ്നേഹിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറയാറില്ലേ നിങ്ങളോട്, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, എൻ്റെ മനസ്സിൽ ചില സമയത്ത് ഒരു അബ്രാഹം ഉണ്ട്, എൻ്റെ മനസ്സിൽ ചില സമയത്ത് ഒരു ഇസഹാക്കുണ്ട്, എൻ്റെ ജീവിതത്തിൽ ചില സമയത്ത് ഒരു യാക്കോബുണ്ട്, ഒരു പത്രോസ് ഉണ്ട്. ചിലപ്പോൾ ഞാൻ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ നിൽക്കുന്നത് യാക്കോബിന്റെ മനോഭാവത്തോടെയാണ്. ചിലപ്പോൾ ഞാൻ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ നിൽക്കുന്നത് ഇസഹാക്കിന്റെ മനോഭാവത്തോടെയാണ്. ചിലപ്പോൾ ഞാൻ ദേവാലയത്തിൽ ബലിയർപ്പണത്തിന് അണയുന്നത് അബ്രാഹത്തിന്റെ മനോഭാവത്തോടെയാണ്. സത്യവേദ പുസ്തകം ചുമ്മാ വായിച്ചാൽ പോരാ, ഈ മനുഷ്യരുടെ മനോഭാവങ്ങളെയൊക്കെ ഹൃദയത്തിലേക്ക് കയറ്റി വയ്ക്കണം. അബ്രാഹം, ദൈവം സോദോമിലേക്കും ഗൊമോറയിലേക്കും പോവാ. അബ്രാഹത്തിന്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചു, പുറത്തേക്ക് ഇറങ്ങിയപ്പോ അബ്രാഹം ചോദിച്ചു, അല്ല എവിടേക്കാ പോണേ? കർത്താവിനോടാ ചോദിക്കണേ ഈ മനുഷ്യൻ, കർത്താവിനോടാ ചോദിക്കണേ ഈ മനുഷ്യൻ. എത്രമാത്രം അഗാധമായ അടുപ്പാ ഇവര് തമ്മിലുള്ളത്. നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി നിൽക്കുമ്പോ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവത്തിരുമുമ്പിൽ കൈവിരിച്ച് പിടിക്കുമ്പോ എന്തുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഒരു അബ്രാഹം പിറക്കണില്ല? എന്തുകൊണ്ട് കർത്താവിനോട് ചോദിക്കാൻ പറ്റണില്ല, അല്ല നിന്റെ ഉദ്ദേശം എന്താ എൻ്റെ മക്കളെ കുറിച്ച്? അല്ല നിന്റെ ഉദ്ദേശം എന്താ എൻ്റെ വീട് പണിയെ കുറിച്ച്? അല്ല നിന്റെ ഉദ്ദേശം എന്താ എൻ്റെ മക്കളുടെ കുടുംബ ജീവിതത്തെ കുറിച്ച്? അല്ല നിന്റെ ഉദ്ദേശം എന്താ എൻ്റെ പരീക്ഷയെ കുറിച്ച്, എൻ്റെ ഭാവിയെ കുറിച്ച്? അബ്രാഹം ചോദിച്ചെന്ന് പറയണേ, അല്ല എവിടേക്കാ പോണേ? ദൈവം മനസ്സിലിട്ട് ഉരുട്ടണത് വചനത്തിലുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 18 ദൈവം മനസ്സിലിട്ട് ഇങ്ങനെ ഉരുട്ടുക. കർത്താവ് മനസ്സിൽ പറയുക, അല്ല ഇവൻ എൻ്റെ തങ്കപ്പെട്ടവൻ, ഇവൻ എന്നോട് അത്രയും വിശ്വസ്തനായവൻ, ഇവനോട് എങ്ങനെയാ മറക്കണേ? പോണത് എവിടേക്കാന്ന്? ദൈവത്തിന്റെ മനോഗത എന്ന് ഓർക്കണം. കർത്താവ് അബ്രാഹത്തിനോട് പറയും, അബ്രാം ഞാൻ സോദോമിലേക്കും ഗൊമോറയിലേക്കുവാ. അല്ല എന്താ പരിപാടി? ദൈവം പറയും, സഹിക്കാൻ പറ്റാഞ്ഞിട്ട് പോണതാ. എന്താ പ്രശ്നം? ഒരൊറ്റ എണ്ണം നേരെ ചൊവ്വയല്ലാന്ന് നിനക്കറിയാല. ഞാൻ വെടിക്കെട്ട് നടത്താൻ പോവാ, തീയും ഗന്ധകവും. നീ നോക്കിക്കോ, ഇവിടെ ഇരുന്നാ കാണാം, ഗംഭീര പരിപാടിയാ നടക്കാൻ പോണേ. അബ്രാഹത്തിന്റെ നെഞ്ചില് തീ കത്തി. അവിടെ താമസിക്കുന്നത് കൂടപ്പറപ്പാ, ലോത്ത്. കൂടപ്പറപ്പ് താമസിക്കണ സ്ഥലം. അബ്രാഹത്തിന്റെ ഉള്ളില് കൊള്ളിയാ മിന്നി. ഈ പാവം മനുഷ്യൻ പിന്നെ തെണ്ടി പറക്കുക ദൈവത്തോട്. 50 എണ്ണം ഉണ്ടെങ്കിൽ, വായിച്ചിട്ടില്ല, 45 എണ്ണം ഉണ്ടെങ്കിൽ, 30 എണ്ണം ഉണ്ടെങ്കിൽ, 20 എണ്ണം, 10 എണ്ണം. ഞാനാണെങ്കിൽ അവിടെ വരെ ഒന്നും പിടിച്ചു നോക്കില്ല, മുഖം പൊത്തി കൊടുക്കും, കുടുംബത്ത് പോയി ഇരിക്കറാന്ന് പറയും. നാണം കെട്ട ചോദ്യം അബ്രാഹം ചോദിക്കണേ. പിന്നാലെ നടന്ന് ഒരു മനുഷ്യനാണെന്ന് ഓർക്കണം. അബ്രാഹം ഒരു മനുഷ്യൻ, ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവൻ. എന്റെ ദൈവം, അബ്രാഹത്തിന്റെ ദൈവം, അനുസരണം എന്ന ഒറ്റ വാക്കുകൊണ്ട് സ്വർഗത്തെ സ്വന്തമാക്കിയവനായവൻ. അവന്റെ മുമ്പിൽ ദൈവം ഒന്നും അല്ലാണ്ടാവുക. അവൻ പറയുക, 50 പേരുണ്ടെങ്കിൽ നീ നശിപ്പിക്കോ? ദൈവം പറഞ്ഞു, നീ അല്ലേ ചോദിക്കണേ, എന്തെങ്കിലും ആവട്ടെ, 50 എണ്ണം ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യും. 45 എണ്ണം എന്നാലും ഞാൻ നോക്കും. 30 എണ്ണം ഉള്ളെങ്കിലാ ഞാൻ 30 വരെ എത്തുമ്പോ നിർത്തും. അബ്രാഹമേ, കളി എൻ്റെ അടുത്ത് വേണ്ട, കുടുംബത്ത് പോയി കാര്യം നീ തീറ്റാന്നുള്ളതൊക്കെ ശരി. നമ്മളൊരു ദൈവമല്ലേ, ഒരു കാര്യത്തിന് പോവല്ലേ, മെനേട് കാണിക്കില്ലേ, വീട്ടിൽ പോയിട്ട്. പക്ഷെ ദൈവം എന്തോരം താഴണെന്നറിയോ?
ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ അബ്രാഹത്തിന്റെ ദൈവമാണ് എന്റെ ദൈവമെങ്കിൽ അവന്റെ മുമ്പിലുള്ള എന്റെ ഓരോ പ്രാർത്ഥനയും എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ മക്കൾക്ക് വേണ്ടി, എന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കർത്താവിന്റെ മുമ്പിൽ കണ്ണീരോടെ ഞാൻ പ്രാർത്ഥിച്ച കേൾക്കാണ്ടിരിക്കാൻ എന്റെ ദൈവത്തിന് പറ്റുകയല്ലേ? എന്റെ ദൈവം അബ്രാഹത്തിന്റെ ദൈവമെന്ന് ഞാൻ വെറുതെ പറയണല്ല. എന്റെ കർത്താവിന്റെ മുമ്പിൽ ഞാൻ പ്രാർത്ഥിക്കാൻ നിൽക്കുന്നത് ഈ ഒരു മനോഭാവത്തോടെയാ. എന്റെ ദൈവം അബ്രാഹത്തിന്റെ ദൈവം. അവൻ അനുസരിച്ചതുകൊണ്ട് അവന്റെ പ്രാർത്ഥനകൾക്കൊക്കെ ഉത്തരം കൊടുത്തവൻ അവനാണ് എന്റെ തമ്പുരാൻ. അതുകൊണ്ട് കണ്ണീരോടെ അവന്റെ മുമ്പിൽ ഞാൻ ഉണർത്തിക്കുന്നതൊക്കെ അവൻ എനിക്ക് സാധിച്ചു തരും. ഇത് വെറുതെ തമാശ പറയാൻ വേണ്ടി, ചുമ്മാ ഒരു പ്രസംഗം പറയാൻ വേണ്ടി പറയണതല്ല പ്രിയപ്പെട്ടവരെ. പ്രാർത്ഥനയ്ക്ക് പള്ളി കയറുമ്പോ അടച്ചിട്ട കർത്താവിന്റെ ആൾത്താരയുടെ മുമ്പിൽ കൈവിരിച്ച് പ്രാർത്ഥിക്കുമ്പോ ചങ്കിനകത്ത് ഈ ചിന്ത വേണം, അകത്തിരിക്കുന്നത് അബ്രാഹത്തിന്റെ തമ്പുരാനാ, എന്റെ ദൈവമായ കർത്താവ്. ഞാൻ പ്രാർത്ഥിച്ച അവന് കേൾക്കാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം അവൻ പറയണതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, 1 കൊല്ലത്തേക്ക് പോയത് ഒരിടവകയിലേക്ക്. പള്ളിയുടെ മുഖവാരം മുഖം പൊത്തി പള്ളി പണിയാൻ തുടങ്ങി. 1 രൂപ 2 രൂപയല്ല, 3 കോടി രൂപയാണ് തെണ്ടിപ്പറക്കിയുള്ളവൻ ഉണ്ടാക്കിയേ. കഷ്ടപ്പെട്ട് ലോകം മുഴുവൻ. ഞാൻ ചെന്ന് കയറുമ്പോ പള്ളി പണിക്ക് ഉണ്ടാക്കി വെച്ച കാശ് മുഴുവൻ എല്ലാവർക്കും വീതം വെച്ചു കൊടുത്ത് തകർന്ന് തരിപ്പണമായി കിടക്കണ ഒരു സ്ഥലത്തേക്കാ ചെന്നേ. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ, ജെറുസലേം ദേവാലയം പൊട്ടിപ്പൊളിഞ്ഞു എന്നൊക്കെ കണ്ട കാഴ്ചയാ. അന്ന് മുതൽ ഞാൻ അവനോട് പറയും, നീ പറയണത് കേട്ട് ഇവിടെ വന്ന് കിടക്കാൻ തുടങ്ങിയവനെ ഞാൻ. നീ പറയണത് കേട്ട് ഞാൻ ചോദിച്ചു മേടിച്ചല്ല, നീ പറയണത് കേട്ട് ഞാൻ ഇവിടെ വന്ന് കിടക്കാൻ തുടങ്ങിയതാ. ഞാനിവിടെ കുറ്റിയടിച്ച് താമസിക്കാനുള്ളവനല്ലാന്ന് നിനക്കറിയാല. ഇത് കഴിഞ്ഞ് എനിക്ക് പോണം, എവിടെയൊക്കെ പോണം, നീ വിടണോടത്തൊക്കെ പോണം. അതുകൊണ്ട് മര്യാദയ്ക്ക് കാശുണ്ടാക്കി തട്ട്. പള്ളി പണിയണം. നിനക്കുള്ള ആലയം നിർമ്മിച്ച് അവസാനിപ്പിക്കണം. എനിക്ക് പണം വേണം, എനിക്ക് കാര്യങ്ങൾ നടത്തണം, എനിക്ക് ഒരു കഴിവും പ്രാപ്തിയില്ല. നീ കൂടെ ഉണ്ടെങ്കിൽ അത് നടക്കുള്ളൂ. നീ പറയണതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് there is no compromise. ഞാൻ പറയണതൊക്കെ നീ കേട്ടേ പറ്റൂ. എൻ്റെ ദൈവത്തോടുള്ള എൻ്റെ വാശിയത്. മറിയത്തെക്കുറിച്ച് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. അമ്മ പറയണതൊക്കെ സ്വർഗം കേൾക്കും. കാരണം എന്താന്നോ? സ്വർഗം പറഞ്ഞതൊക്കെ അവള് കേട്ടു. അതെന്നേ, സ്വർഗം പറഞ്ഞതൊക്കെ അവള് കേട്ടു. അതുകൊണ്ട് അവള് പറയണതൊക്കെ സ്വർഗവും കേൾക്കും. പ്രിയപ്പെട്ടവരെ, അനുസരിക്കുക. 10 പ്രമാണങ്ങൾ, കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുക. അനുസരിക്കുന്നവനെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ പ്രാർത്ഥനകൾക്ക് ബലം കിട്ടണമെങ്കിൽ, ദൈവസന്നിധിയിൽ നീ അർപ്പിക്കപ്പെടുന്ന നിയോഗങ്ങൾക്ക് കരുത്തുണ്ടാവണമെങ്കിൽ കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും നീ കാത്ത് ജീവിക്കണം. തെറ്റുകുറ്റങ്ങളിൽ അനുതാപ കണ്ണീര് നീ പൊഴിക്കണം. നിന്റെ ദൈവം കൃത്യസമയത്ത് നിന്റെ ജീവിതത്തിലേക്ക് ഇടപെടും. വാത്സല്യമുള്ളവരെ, എളിമയോടെ പ്രാർത്ഥിക്കാം. 10 മിനിറ്റോട് കൂടുതലെടുത്തോളം പറഞ്ഞ കാരണം മാത്രം അച്ഛൻ കൂട്ടി പറഞ്ഞതാ. കർത്താവിന്റെ മുമ്പിൽ എളിമയോടെ പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ ഹൃദയത്തിന് നീ ഒരു ബലം തരണം. ഞാൻ നിന്റെ മുമ്പിൽ നിലവിളിക്കുമ്പോൾ എൻ്റെ മനസ്സിന് അത്രയും ബലമൊന്നുമില്ല. കർത്താവെ, നീ എനിക്കൊരു ബോധ്യം തരണം. നിന്റെ പത്രോസിനെ പോലെ എൻ്റെ ബലഹീനതകളും പോരായ്മകളും ഒക്കെ നിനക്കറിയാം. എൻ്റെ അറിവില്ലായ്മ കൊണ്ടും എൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യം കൊണ്ടും തെറ്റുകുറ്റങ്ങൾ എനിക്ക് പറ്റിപ്പോയിട്ടുണ്ട്. പക്ഷേ നീ എൻ്റെ ദൈവമാണ്. നിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും സാധിക്കുന്നത് പോലെയൊക്കെ ഞാൻ അനുസരിച്ചിട്ടുണ്ട്. ഞാൻ നിന്റെ മുമ്പിൽ മഹാപരാധങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് വിട്ടുമാറി നിന്നിട്ടുണ്ട്. എൻ്റെ പ്രാർത്ഥനകൾ നീ കേൾക്കണം. നീ ചെവി ചായ്ച്ച് എനിക്ക് ഉത്തരം തരണം. നീ അബ്രാഹത്തിന്റെ ദൈവമാണെങ്കിൽ എന്നെ നീ ഉപേക്ഷിച്ച് കളയരുത്. നിനക്ക് പ്രിയപ്പെട്ടവൻ നിന്റെ മുമ്പിൽ നിലവിളിച്ചപ്പോ നിന്റെ പദ്ധതികൾ നീ മാറ്റി. നിന്റെ വഴി തടയാൻ അവന്റെ കണ്ണീരോട് കൂടെയുള്ള പ്രാർത്ഥനയ്ക്ക് പറ്റി.
സോദോമിലേക്കും ഗൊമോറയിലേക്കും നീ നടന്നു പോയപ്പോ നിന്റെ വഴി തടയാൻ, നിന്റെ പദ്ധതികൾ മാറ്റിമറിക്കാൻ നിന്റെ അബ്രാഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് സാധിച്ചു. കാരണം അവൻ നിന്നെ അങ്ങേയറ്റം അനുസരിച്ചവനായിരുന്നു. അനുസരിക്കുന്നവനെ അനുഗ്രഹിക്കുന്ന കർത്താവാണ് നീയെന്ന് എനിക്ക് ബോധ്യം തരിക. ആത്മാർത്ഥതയോടെ അനുസരിച്ച് ധൈര്യത്തോടെ നിന്റെ മുമ്പിൽ നിന്ന് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ മനസ്സിനെ നീ ബലപ്പെടുത്തുക. നീ പറയുന്നതെല്ലാം ഞാൻ ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് നീ എനിക്ക് സാധിച്ചു തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിതാവേ, കർത്താവേ, നിന്റെ പരിശുദ്ധ നാമം എൻ്റെ ജീവിതത്തിലൂടെ മഹത്വപ്പെടട്ടെ. എളിമയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, കൈക്കുമ്പിളിൽ എടുത്തു പിടിക്കാം. കണ്ണടച്ച് ദൈവത്തെ മനസ്സിലോർക്കാം. എൻ്റെ ദൈവം അബ്രാഹത്തിൻ്റെ ദൈവമാണ്. എൻ്റെ ദൈവം ഇസഹാക്കിൻ്റെ ദൈവമാണ്. എൻ്റെ ദൈവം യാക്കോബിൻ്റെ ദൈവമാണ്. ഞാൻ ഒരിക്കലും ഭയപ്പെടില്ല. ഞാൻ ഒരിക്കലും ഇടറിപ്പോവില്ല. ആരൊക്കെ എനിക്കെതിരെ പാളയമടിച്ചാലും, എൻ്റെ സ്വപ്നങ്ങളൊക്കെ കടലെടുത്താലും, എൻ്റെ കർത്താവ് എൻ്റെ നേരെ കൈനീട്ടിപ്പിടിച്ച് മുങ്ങിത്താഴുന്ന എന്നെ പൊക്കിയെടുക്കാൻ കാത്തു നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വിശ്വാസത്തിൻ്റെ ദൃഢതയിൽ എൻ്റെ തമ്പുരാനെ വിശ്വസിച്ച് സ്നേഹിച്ച് ജീവിക്കാൻ എന്നെ അനുവദിക്കണേ, അനുഗ്രഹിക്കണേ എൻ്റെ കർത്താവേ. എളിമയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ബഹുമാനപ്പെട്ട ജേക്കബ് അച്ഛൻ വളരെ കാര്യങ്ങൾ നമ്മളെ സ്പർശിക്കത്തക്ക രീതിയിൽ അനുസരണത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അബ്രാഹാം അനുസരണത്തിലൂടെ സ്വർഗം നേടി. അബ്രാഹാമിന്റെ ജീവിതത്തിൽ അനുസരണ മുഖാന്തരം ഉണ്ടായിട്ടുള്ളതായ നേട്ടങ്ങളെല്ലാം വിശദീകരിച്ചു തന്നു. ജേക്കബ് അച്ഛനെ പോലെയുള്ള സുവിശേഷകര് വരുമ്പോൾ ആളുകളുടെ എണ്ണം കൂടും. കാരണം വളരെ സിമ്പിളായി, വളരെ അർത്ഥപൂർണമായി വചനം വ്യാഖ്യാനിച്ച് നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കി തരും. അത് നമുക്ക് മനസ്സിലാകുന്നതാണ്. വളരെ സിമ്പിളാണ്. അച്ഛൻ്റെ പ്രസംഗ ശൈലിയും വളരെയധികം നമ്മെ അട്രാക്ട് ചെയ്യും. അതുകൊണ്ട് എവിടെയും ആളുകൾ ഓടിയെത്താറുണ്ട് അച്ഛൻ്റെ പ്രസംഗ പന്തലിലേക്ക്. കോതമംഗലത്തെല്ലാം ഹൈറേഞ്ച് കൺവെൻഷനെല്ലാം അച്ഛൻ വന്ന് പ്രസംഗിക്കാറുണ്ട്. ഞങ്ങളൊക്കെ പോകാറുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ ഇങ്ങോട്ട് കടന്നിരിക്കാൻ പറഞ്ഞത്. ഭാഷ അല്പം കടുപ്പിച്ചു പോയി. ദൈവമക്കള് വിഷമം തോന്നരുത്, ക്ഷമിക്കണം. അതുകൊണ്ട് എല്ലാവർക്കും ഇരിക്കാൻ പറ്റി. എല്ലാവരും ഇരിക്കുകയാണ്. അപ്പൊ അച്ഛൻ പിണക്കം കൊണ്ട് പറഞ്ഞതല്ല കേട്ടോ. ഇപ്പോ ഗായക സംഘം ഒരു പാട്ടുപാടും. നമുക്ക് കാണിക്കെടുക്കാം. ഇവനും അബ്രഹാമിന്റെ പുത്രനാകിയാൽ ഈ കുടുംബത്തിന് ഇന്ന് രക്ഷ കൈവന്നിരിക്കുന്നു. നാം എല്ലാവരും അബ്രഹാമിന്റെ മക്കളാണ്. ഒരു വിശുദ്ധിയും വേർപാടും പാലിച്ചാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കാതെ വിടുകയില്ല. നമുക്ക് ചേർന്ന് പാടാം. ഒന്നാമത്തെ ഗാനം, അബ്രഹാമിൻ പുത്ര നീ പുറത്തേക്ക് വരിക, ദൈവം നിനക്കൊരുക്കിയ നന്മ കാണുക. പുത്ര നീ പുറത്തേക്ക് വരിക,
ദൈവം നിനക്കൊരുക്കിയ നന്മ കാണുക. അബ്രഹാമിൻ പുത്ര നീ പുറത്തേക്ക് വരിക, ദൈവം നിനക്കൊരുക്കിയ നന്മ കാണുക. ഒഴിക്കുക നിൻ കൂടാരങ്ങളെ, ദൈവമഹത്വം കാണുക. പൊളിക്കുക നിൻ കൂടാരങ്ങളെ, ദൈവമഹത്വം കാണുക. വിശുദ്ധിയിൽ വേർപാട് പാലിക്ക നീ, യേശുവിൻ കൂടെ നടക്കാം. വിശുദ്ധിയിൽ വേർപാട് പാലിക്ക നീ, യേശുവിൻ കൂടെ നടക്കാം. പ്രാപിക്ക നീ തൻ കൂടെ അളവില്ല അനുഗ്രഹങ്ങൾ. പ്രാപിക്ക നീ തൻ കൂടെ അളവില്ല അനുഗ്രഹങ്ങൾ. അനുഗ്രഹം മക്കൾക്ക് അവകാശം, അസായ പോലതു പ്രാപിക്ക നീ. അപ്പന്റെ അനുഗ്രഹം മക്കൾക്ക് അവകാശം, അസായി പോലതു പ്രാപിക്ക നീ. ആകയ നിന്നുടെ ആവശ്യങ്ങൾ ചോദിക്ക വിശ്വാസത്താൽ. ആകയ നിന്നുടെ ആവശ്യങ്ങൾ ചോദിക്ക വിശ്വാസത്താൽ. വിശുദ്ധിയും വേർപാടും പാലിക്ക നീ, യേശുവിൻ കൂടെ നടക്കാം. വിശുദ്ധിയും വേർപാടും പാലിക്ക നീ, യേശുവിൻ കൂടെ നടക്കാം. പ്രാപിക്ക നീ തൻ കൂടെ അളവില്ല അനുഗ്രഹങ്ങൾ. പ്രാപിക്ക നീ തൻ കൂടെ അളവില്ല അനുഗ്രഹങ്ങൾ. എല്ലാവരും ഒന്ന് കൈയടിച്ച്. ഈ ശരീരവുമായ സുമാകം കർത്താവിൻ വയലിടത്വാനിക്കുവാൻ. ഈ ശരീരവുമായുസ്സും മാത്രം കർത്താവിൻ വയലിൽ അധ്വാനിക്കുവാൻ. അതിനായി ധനവും ആരോഗ്യവും നീ ചോദിക്ക വിശ്വാസത്താൽ. അതിനായി ധനവും ആരോഗ്യവും നീ ചോദിക്ക വിശ്വാസത്താൽ. വിശുദ്ധിയും വേർപാടും പാലിക്ക നീ, യേശുവിൻ കൂടെ നടക്കാം. വിശുദ്ധിയും വേർപാടും പാലിക്ക നീ, യേശുവിൻ കൂടെ നടക്കാം. പ്രാപിക്ക നീ തൻ കൂടെ അളവില്ല അനുഗ്രഹങ്ങൾ. പ്രാപിക്ക നീ തൻ കൂടെ അളവില്ല അനുഗ്രഹങ്ങൾ. സ്വയമേൽപ്പിക്ക നീ. നിന്നെ കുറിച്ച് യേശുവിനുണ്ടൊരു സ്വപ്നം, വന്ദനങ്ങളിൽ സ്വയമേൽപ്പിക്കണേ. ഇടിക്കുന്നിടം വെടിഞ്ഞോടിപ്പോകാം, പണിയും നിന്നെ തമ്പുരാ. ഇടിക്കുന്നിടം വെടിഞ്ഞോടിപ്പോകാം, പണിയും നിന്നെ തമ്പുരാൻ. വിശുദ്ധിയും വേർപാടും പാലിക്ക നീ, യേശുവിൻ കൂടെ നടക്കാം.
നിനക്കൊരുക്കിയ നന്മ കാണാൻ. അബ്രഹാമിൻ പുത്ര നീ പുറത്തേക്ക് വരിക, ദൈവം നിനക്കൊരുക്കിയ നന്മ കാണാൻ. ഒളിക്കുക നീ കൂടാരങ്ങളിൽ ദൈവമഹത്വം കാണാൻ. ഒളിക്കുക നീ കൂടാരങ്ങളിൽ ദൈവമഹത്വം കാണാൻ. വിശുദ്ധിയും നേർപാടും പാലിക്കവേ യേശുവിൻ കൂടെ നടക്കാം. വിശുദ്ധിയും നേർപാടും പാലിക്കവേ യേശുവിൻ കൂടെ നടക്കാം. പ്രാപിക്കവേ കൂടെ അറിവില്ല അനുഗ്രഹങ്ങൾ. പ്രാപിക്കവേ കൂടെ അറിവില്ല അനുഗ്രഹങ്ങൾ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബഹുമാനപ്പെട്ട ജേക്കബ് അച്ഛനോട് പറയുന്നു, തൽക്കാലത്തേക്ക് നീ മേശയിലെ ശുശ്രൂഷയെല്ലാം നിർത്തി ദൈവവചന പ്രഘോഷണവുമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോവുക. അനേക ഹൃദയങ്ങളിലേക്ക് ദൈവത്തിന്റെ വചനം ആഴത്തിലിറങ്ങിച്ചെല്ലാൻ പരിശുദ്ധാത്മാവ് അച്ഛനോട് ആവശ്യപ്പെടുന്നു. അതിന് നിയമിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന എന്നും അച്ഛൻ്റെ കൂടെ ഉണ്ടാകും. ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങൾ വിളിക്കും, ഇനിയും വരണം. അച്ഛൻ ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന് നല്ല ഈ ദൂത് നൽകിയതിനാൽ ദൈവതൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇടവകയുടെ നന്ദി അറിയിക്കുന്നു. പ്രിയ ദൈവജനമേ, ഇന്നലെ 6570 രൂപ സ്തോത്രക്കാഴ്ചയുണ്ടായി. നൽകിയ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൺവെൻഷൻ ഗാനങ്ങൾ അടങ്ങിയ പാട്ടുപുസ്തകം എല്ലാവരും വാങ്ങണം. 5 രൂപയേ വിലയുള്ളൂ. എല്ലാ ദൈവമക്കളും അത് വാങ്ങണം. വാങ്ങി ഗായക സംഘത്തോട് ചേർന്ന് പാടണം. പെരുന്നാൾ ഓഹരി, ബോക്സ് കളക്ഷൻ, പള്ളി നവീകരണ ഫണ്ട് എന്നിവ കൗണ്ടറിൽ ഏൽപ്പിക്കണം. അച്ഛൻ പറഞ്ഞ കേട്ടോ, 3 കോടി രൂപയുടെ പള്ളി അച്ഛൻ പണിത് ആകെ വിഷമിച്ചു. നമുക്ക് അത്രയൊന്നും ഇല്ലല്ലോ. അപ്പൊ എല്ലാവരും കൂടി ഒന്ന് പിടിച്ചാൽ പെട്ടെന്ന് ഇത് തീരും. അപ്പൊ അച്ഛൻ ഒത്തിരി പറയുന്നില്ല. ദൈവമക്കള് പ്രവർത്തിക്കുക. ജിമ്മേൽ കുർബാന ഏറ്റുകഴിക്കാനുള്ളവർ 1000 രൂപ ഓഫീസിൽ അടയ്ക്കണം. അതിന്റെ രസീത് വാങ്ങുക. നമ്മുടെ ഈ പ്രോഗ്രാം എല്ലാം ലോകത്തിന്റെ പല ഭാഗത്തിരുന്ന് കാണുന്ന വെബ്സൈറ്റ് നമ്മുടെ പള്ളിയുടെ വെബ്സൈറ്റും സഭയുടെ വെബ്സൈറ്റും ലൂടെ കാണുന്നു എന്ന് അച്ഛൻ പറഞ്ഞല്ലോ. ഇതിനെല്ലാം പൈസ ചെലവഴിക്കുന്നത് ഇപ്പോൾ യൂത്ത് അസോസിയേഷനാണ് അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ എല്ലാം പിന്നിൽ എൽദോസും സെബിനുമാണ്. ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് ആ കുഞ്ഞുങ്ങൾ. അവരെ ഓർത്ത് വളരെ പ്രാർത്ഥിക്കുന്നു. മംഗളം പ്രശ്നോത്തരി ഇന്നലത്തെ വിജയികള് അനിൽ KP കാൽപ്പടിക്കൽ, ജോസ് K പോൾ കുന്നത്ത്, മേരി ചാക്കോ മാറാച്ചേരി. ഇന്നത്തെ ചോദ്യം, യേശു പെസഹ ദിവസം സ്നേഹിത എന്ന് സംബോധന ചെയ്ത ശിഷ്യനേത്? 1 യാക്കോബ്, 2 യൂദ, 3 പത്രോസ്. സ്റ്റാളിൽ ചെന്ന് കൂപ്പൺ മേടിച്ച് എഴുതിയിടുക. സമ്മാനങ്ങൾ ബുക്ക് സ്റ്റാളിൽ ചെന്ന് വാങ്ങണം എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. വഴിപാട് സാധനങ്ങളായി 2 കാപ്പ, 1 കൊച്ചുപുരക്കിലെ ബ്ലസ്സൻ ചേട്ടൻ, പിന്നെ മണ്ഡ്രത്ത് എൽദോസ് ചേട്ടൻ, ഇവർ 2 പേരും ഈ 2 ഒരേ കാപ്പ പള്ളിയിലേക്ക് ബുക്ക് സ്റ്റാളിൽ നിന്ന് വാങ്ങി സംഭാവന ചെയ്തു. ഒരു സഹോദരൻ മുത്തുക്കുട സംഭാവന ചെയ്തു. അങ്ങനെ പല സാധനങ്ങളും ഇനി മുത്തുക്കുടകളുണ്ട്. കുടകൾ നമുക്ക് കുറവാണ്. കുറച്ച് കുടകൾ കൂടെ വേണം പ്രദക്ഷിണമൊക്കെ അലങ്കാരമാക്കാൻ. അപ്പൊ പള്ളിക്കൊരു വിഹിതം എന്തെങ്കിലും ലാഭം കിട്ടിയിട്ടുള്ള ദൈവമക്കള് ഒരു മുത്തുക്കുടകളോ മറ്റു സാധനങ്ങളോ വാങ്ങി പള്ളിക്ക് കൊടുക്കണം. നല്ല നല്ല പുസ്തകങ്ങളുണ്ട്, വാങ്ങി വായിക്കണം. ആ യൂത്ത് അസോസിയേഷൻ കുട്ടികളുടെ വർക്കിനെ ഒരു അംഗീകാരം കൊടുത്തുകൊണ്ട് ദൈവമക്കൾ അവിടെ ഒന്ന് ചെന്ന് അതൊന്ന് കണ്ട് സഹകരിക്കണമെന്ന് അച്ഛൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. നാളെ രാവിലെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് ഈ ഇടവകയിലെ ദേശത്തുപെട്ടക്കാരനായ ബഹുമാനപ്പെട്ട മുളയാങ്കുഴി കുര്യാക്കോസ് അച്ഛൻ. 10 മണി മുതൽ ക്ലാസ് എടുക്കുന്നത് ബഹുമാനപ്പെട്ട പോൾ ഐസക് കവലേലിൽ അച്ഛനാകുന്നു. വൈകുന്നേരം പതിവ് പോലെ സുവിശേഷം ബഹുമാനപ്പെട്ട പൗലോസ് പള്ളത്തൂടി അച്ഛൻ നിർവഹിക്കുന്നു.
എല്ലാവരും നേരത്തെ എത്തുക. പിന്നെ നമ്മുടെ പ്രധാന ഇപ്പോൾ അച്ഛൻ അറിയിക്കുന്നത്, ഇന്നലെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കുറിച്ചു തന്നു. ഇന്ന് അച്ഛൻ പുല്ലുവഴിയിലൂടെ ഇങ്ങ് പോരുമ്പോൾ അച്ഛനാണ് പോരുന്നതെന്ന് കണ്ട് പുല്ലുവഴി മുതൽ ഒരു സഹോദരൻ പള്ളിയുടെ ഗേറ്റ് വരെ എൻ്റെ പുറ വന്നു. അച്ഛൻ ഇന്നലെ പറഞ്ഞതിന് ഗുണം കണ്ടു. അച്ഛനെ കണ്ടപ്പോൾ അത് പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല. അച്ഛനെ കൊണ്ട് മണ്ണൂർക്കാ പോകുന്നതെന്ന് മനസ്സിലായി. ഞാൻ പുല്ലുവഴി മുതൽ അച്ഛൻ്റെ പുറ വരുവാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം കരഞ്ഞു. നിങ്ങളെല്ലാവരും നമ്മൾ ചേർന്ന് ഇന്നലെ പ്രാർത്ഥിച്ചതിന് അദ്ദേഹത്തിന് ഫലം കണ്ടു. അതാണ് അദ്ദേഹം നന്ദി പറയാൻ വന്നത്. ഞാൻ പറഞ്ഞു കൂടുതൽ പ്രാർത്ഥിക്കുക. 2 പേരത് കൂടാതെ എന്നെ വിളിച്ചു, അച്ഛാ പ്രാർത്ഥന നിർത്തരുത്, ആശ്വാസമുണ്ട്. ഞങ്ങൾക്ക് അറിയാവുന്ന രോഗികളോടൊക്കെ മണ്ണൂർ കൺവെൻഷനിലേക്ക് പ്രാർത്ഥിക്കാൻ പറ, അവർ രാത്രി പ്രാർത്ഥിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ വിളിച്ചും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ അനുഭവവും പറഞ്ഞിട്ടുണ്ട്. ദൈവമക്കളെ പ്രാർത്ഥിക്കണം. അച്ഛൻ ഏതാനും ആളുകളുടെ പേര് പറയുകയാണ്, അത് കേൾക്കണം, മറക്കരുത്. പേനയുള്ളവർ കുറിച്ചെടുക്കണം. നാളെ മുതൽ പേനയും പേപ്പറും കൊണ്ടുതന്നെ ഈ രോഗികളുടെ പേര് കുറിക്കാനായിട്ട്. പ്രധാനമായും കാർത്തിയാനി ഐരാപുരം ക്യാൻസർ രോഗമാണ്. സീന തോട്ടപ്പള്ളിൽ ചീനിക്കുഴി ശ്വാസം മുട്ടല്. മാർട്ടിൻ സണ്ണി പാലക്കാടൻ തങ്കളം ബൈക്ക് ആക്സിഡന്റിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയാണ്. സാജൻ മാവേലിൽ തളർന്നു വീണ് ശരീരം അനക്കാൻ പറ്റാതെ കിടക്കുകയാണ്. മത്തായിയും കുടുംബവും മാനസാന്തരത്തിനായി പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. തങ്കമ്മ എന്ന സഹോദരി ക്യാൻസർ രോഗം മുഖാന്തരം വലയുന്നു. തമ്പി മദ്യപാനത്തിൽ നിന്ന് അദ്ദേഹത്തിന് മോചനം വേണം. മോളി പൗലോസ് വടക്കേപുരയ്ക്കൽ ക്യാൻസർ രോഗിയാണ്, വളരെ വിഷമിക്കുന്നു. ജാൻസ് പാറേക്കുടി കുടലിൽ മുഴയായിട്ട് കോട്ടയം ആശുപത്രിയിൽ പോയി ചികിത്സയിലാണ്. അതിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല, വളരെയധികം ആധിയാണ്. ആഷ്ലി സാജു പാലക്കാട് നിന്നാണ് വീട്ടുപേര്. ആ സഹോദരിക്ക് നാളെ ചെവിക്ക് ഒരു ഓപ്പറേഷനാണ്. നാളെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുമ്പോൾ നമ്മുടെ പ്രാർത്ഥന അവരുടെ കൂടെ ഉണ്ടായിരിക്കണം. ഈ പേര് അച്ഛൻ ഇപ്പോൾ ഓഫീസിൽ കൊടുക്കും. ആർക്കെങ്കിലും ഈ പേര് എഴുതിക്കൊണ്ട് പോകണമെങ്കിൽ അവിടെ വന്നാൽ പേര് പറഞ്ഞു തരും വർഗീസ് കുട്ടിച്ചേട്ടൻ. ഈ രാത്രി ദൈവമക്കള് ഒരു 15 മിനിറ്റ് സമയമെങ്കിലും ഇവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഒത്തിരി വിഷമിക്കുന്നവരുണ്ട്. ഇന്ന് കേട്ട വചനത്തിൽ നിറവുള്ളവരായി തമ്പുരാനോട് ഇവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടാകണം. ഇപ്പോൾ നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട വീണമാലിൽ ഏലിയാസ് അച്ഛൻ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ദൈവമേ സ്വർഗസ്ഥനും നല്ലവനുമായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ അനുഭവത്തിലും പങ്കുചേരുകയും ഞങ്ങളുടെ സന്തോഷങ്ങളെയും സന്താപങ്ങളെയും ഞങ്ങളുടെ പരമമായ നന്മയ്ക്കായി തീർക്കുകയും ചെയ്യുന്ന ഞങ്ങൾ നല്ലവനായ തമ്പുരാനെ, രോഗത്തിലും ഔഷധത്തിലും ഇരിക്കുന്ന ഈ നിന്റെ മക്കളുടെ മേൽ തൃക്കൺ പാർക്കണമേ. നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് നിന്നിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുവാനും ഈ നിന്റെ മക്കൾക്ക് ഭാഗ്യം കൊടുക്കണമേ. ഞങ്ങളുടെ പാപം നിമിത്തവുമല്ലാതെയും രോഗം വരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. സ്വയം പരിശോധനയുടെയും സമർപ്പണത്തിൻ്റെയും അവസരമായി ഈ കാലഘട്ടത്തെ ഉപയോഗിക്കുവാൻ ഈ നിന്റെ മക്കളെ സഹായിക്കണമേ. രോഗാവസ്ഥയിൽ കൂടെ അവിടുന്ന് ഞങ്ങൾക്ക് ആത്മശുദ്ധീകരണം നൽകുമെന്ന് മനസ്സിലാക്കി
വിനയത്തിലും പ്രത്യാശയിലും നിറയുന്നതിന് ഞങ്ങൾക്ക് സംഗതിയാക്കണമേ. സാക്ഷാൽ ഉത്തമ വൈദ്യനും ആത്മശരീര മനസ്സുകളുടെ എല്ലാ രോഗങ്ങളെയും നിഷ്പ്രയാസം മാറ്റുവാൻ പ്രാപ്തനുമായ കർത്താവേ, ബലഹീനതയിൽ സ്ഥിതി ചെയ്യുന്നവരായ ഈ മക്കളുടെ രോഗത്തെ അവിടുന്ന് സൗഖ്യമാക്കണമേ. നിന്റെ കരുണയിൽ അഭയം തേടുന്ന എല്ലാ മക്കളെയും അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. നിന്റെ മക്കൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. വൈദ്യന്മാർക്ക് അറിവ് കൊടുക്കുന്നവനും ഔഷധങ്ങൾക്ക് ശക്തി പകരുന്നവനും ചികിത്സയിൽ കൂടി സൗഖ്യം നൽകുന്നവനും നീയാകുന്നുവല്ലോ. ചികിത്സ കൂടാതെ സൗഖ്യം നൽകുവാനും നിനക്ക് സാധിക്കുമെന്ന് അടിയങ്ങൾ വിശ്വസിക്കുന്നു. രോഗം ബാധിച്ചതിൽ നിന്ന് സൗഖ്യം വാഞ്ചിക്കുന്ന ഇപ്പോൾ ഇവിടെ പേര് വായിച്ചതായ എല്ലാ മക്കളെയും അവിടുന്ന് തൊട്ട് സൗഖ്യമാക്കണമേ. കനാന്യ സ്ത്രീയുടെ വിശ്വാസപൂർണമായ അപേക്ഷയിൽ നീ സന്തോഷിച്ച് അവളുടെ മകൾക്ക് സൗഖ്യം നൽകിയല്ലോ. പക്ഷപാതക്കാരനെ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് അവൻ കട്ടിലെടുത്തുകൊണ്ട് പോകത്തക്കവണ്ണം നീ അവന് സൗഖ്യം നൽകിയല്ലോ. അവിടുത്തെ വചനങ്ങൾ കൊണ്ട് അനേകം രോഗികൾ സൗഖ്യം പ്രാപിച്ചല്ലോ. വിശ്വാസത്തോടെ തിരുസന്നിധിയിലേക്ക് വന്ന ഒരുവനെയും നീ വെറും കൈയായി വിട്ടില്ലല്ലോ. ഇപ്പോൾ കർത്താവേ, വിശ്വാസപൂർവ്വം ഞങ്ങളുടെ രോഗികളായിരിക്കുന്നതായ മക്കളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാഥാ, നീ തന്നെ വൈദ്യനും ഔഷധമാകുന്നുവല്ലോ. സർവാശ്വാസവും നൽകുന്ന പരിപാലകനെ, തൃക്കൈവേലയാകുന്ന നിന്റെ മക്കളിൽ മനസ്സലിയണമേ. ഈ നിന്റെ മക്കളിലും ഞങ്ങളിലും വന്നു പോയ കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ. ഞങ്ങളുടെ വിശ്വാസത്തെ പൂർത്തീകരിക്കണമേ. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല എന്ന് അരുളി ചെയ്തനായ നാഥ, ഞങ്ങളുടെ എളിയ അപേക്ഷയെ കേട്ട് ഉത്തരമരുളയണമേ. സൗഖ്യത്തോടെ ഈ നിന്റെ മക്കൾ എഴുന്നേറ്റ് നിന്റെ കൃപയും മുടക്കം കൂടാതെ സ്തുതിക്കുമാറാകണമേ. നീതയാലും കാരുണ്യവാനും സാക്ഷാൽ ഉത്തമ വൈദ്യനുമാകുന്നുവല്ലോ. നിന്റെ മാതാവിൻ്റെയും എല്ലാ പരിശുദ്ധന്മാരുടെയും മധ്യസ്ഥത ഞങ്ങൾക്ക് കാവലായിരിക്കണമേ. അവരുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളോട് തവരളയണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്നാളും മഹത്വപ്പെടുത്തുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ. ആയിരതീയ മാതാവായ പരിശുദ്ധ കന്യമറിയാമ്മയുടെയും ഞങ്ങളുടെ കാവൽ പിതാവായ മാർഗീവരീസദായുടെയും മറ്റെല്ലാ പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ തന്നെ ആമീൻ. ബറക്കുമോ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നമ്മളെല്ലാവരുടെ മേലും നമ്മുടെ ഈ കൂടിവരിന്മേലും നമ്മൾ രോഗികളായിരിക്കുന്നവരുടെ മേലും നാം വിട്ടുപോന്നിരിക്കുന്ന നമ്മുടെ ഭവനങ്ങളുടെ മേലും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. ഒരു സഹോദരി ഇന്ന് പറഞ്ഞ കാര്യം ഓർക്കുകയാണ്. രോഗം വരുന്നത് ദൈവനാമ മഹത്വത്തിനാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഈ രോഗത്തെ, ഈ സഹനത്തെ സ്വീകരിക്കുവാനുള്ള ധൈര്യം എനിക്ക് കിട്ടാൻ അച്ഛൻ പ്രാർത്ഥിക്കണം. ദൈവമക്കളെ, ഇവരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഒരിക്കൽ കൂടെ അച്ഛൻ ഓർമ്മിപ്പിക്കുന്നു. യോഗ നടപടികൾ അവസാനിക്കുന്നു. എല്ലാവരും ശാന്തരായി ഭവനങ്ങളിലേക്ക് പോവുക. പുത്രാദി പുറത്തേക്ക് വരിക, ദൈവം നിനക്കൊരുക്കിയ നന്മ കാണുക. അബ്രഹാമിൻ പുത്രാ നീ പുറത്തേക്ക് വരിക, ദൈവം നിനക്കൊരുക്കിയ നന്മ കാണുക. ഒളിക്കുക നിൻ
അനുഗ്രഹം മക്കൾക്ക് അവകാശം മസായ പോലത് പ്രാപിക്ക നീ. അവന്റെ അനുഗ്രഹം മക്കൾക്ക് അവകാശം മസായ പോലത് പ്രാപിക്ക നീ. ആകയാൽ നിന്നുടെ ആവശ്യങ്ങൾ ചോദിക്ക വിശ്വാസത്താൽ. ആകയാൽ നിന്നുടെ ആവശ്യങ്ങൾ ചോദിക്ക വിശ്വാസത്താൽ. വിശുദ്ധിയും വേർപാടും പാലിക്ക നീ. യേശുവിൻ കൂടെ നടക്കാം. വിശുദ്ധിയും വേർപാടും പാലിക്ക നീ. യേശുവിൻ കൂടെ നടക്കാം. പ്രാപിക്ക നീ തൻ കൂടെ അറിയില്ല അനുഗ്രഹങ്ങൾ. പ്രാപിക്ക നീ തൻ കൂടെ അറിയില്ല അനുഗ്രഹങ്ങൾ. ഈ ശരീരവുമായുസ്സും മാത്രം കർത്താവിൻ വയലിൽ അധ്വാനിക്കുവാൻ. ഈ ശരീരവുമായുസ്സും മാത്രം കർത്താവിൻ വയലിൽ അധ്വാനിക്കുവാൻ. അതിനായി ധനവും ആരോഗ്യവും നീ ചോദിക്ക വിശ്വാസത്താൽ. അതിനായി ധനവും ആരോഗ്യവും നീ ചോദിക്ക വിശ്വാസത്താൽ. വിശുദ്ധിയും വേർപാടും പാലിക്ക നീ. യേശുവിൻ കൂടെ നടക്കാം. വിശുദ്ധിയും വേർപാടും പാലിക്ക നീ. യേശുവിൻ കൂടെ നടക്കാം. പ്രാപിക്ക നീ തൻ കൂടെ അറിയില്ല അനുഗ്രഹങ്ങൾ. പ്രാപിക്ക നീ തൻ കൂടെ അറിയില്ല അനുഗ്രഹങ്ങൾ. യേശുവിനുണ്ടൊരു സ്വപ്നം വൻകരങ്ങളിൽ സ്വയമേൽപ്പിക്ക നീ. നിന്നെക്കുറിച്ച് യേശുവിനുണ്ടൊരു സ്വപ്നം വൻകരങ്ങളിൽ സ്വയമേൽപ്പിക്ക നീ. ഇടിക്കുന്നിടം വെടിഞ്ഞോടിപ്പോകാം പണിയും നിന്നെ തമ്പുരാൻ. ഇടിക്കുന്നിടം വെടിഞ്ഞോടിപ്പോകാം പണിയും നിന്നെ തമ്പുരാൻ. വിശുദ്ധിയും വേർപാടും പാലിക്ക നീ. യേശുവിൻ കൂടെ നടക്കാം. വിശുദ്ധിയും വേർപാടും പാലിക്ക നീ. യേശുവിൻ കൂടെ നടക്കാം. പ്രാപിക്ക നീ തൻ കൂടെ അറിയില്ല അനുഗ്രഹങ്ങൾ. പ്രാപിക്ക നീ തൻ കൂടെ അറിയില്ല അനുഗ്രഹങ്ങൾ. അബ്രഹാമിൻ പുത്ര നീ പുറത്തേക്ക് വരിക.